നമ്മുടെ ചാനലിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിത് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കീറിയിട്ട് ഇതിലേക്കിട്ട് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുത്തു. ഈ ഒരു സവാള ഉണ്ടല്ലോ ഞാൻ വഴറ്റി വെച്ചതാണ്, അതുകൊണ്ട് കാണുമ്പോൾ കുറച്ച്, പക്ഷേ ഇത് 1.5 കിലോൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച നമ്മൾ പൊടിച്ച് വെച്ച ഈ ഒരു ബീഫ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മസാലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് വേവിക്കുമ്പോൾ അതിലേക്ക് മസാലയൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടി അങ്ങനെയെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച ഉരുളക്കിഴങ്ങും ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം മല്ലിയിലയും കുറച്ച് പുതിന ഇലയും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചാൽ പിന്നെ നമ്മൾ വേറെ ഒരു കട്ട്ലറ്റും കഴിക്കില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ. സംഭവം ഇത് മാത്രമല്ല, ഇത് ഉണ്ടാക്കുന്നതിലും വേറെയും ഉണ്ട്, കുറേ ട്രിക്ക് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കിയ ശേഷം നമ്മൾ മൈദ മാവും കുറച്ച് കോൺഫ്ലോറും ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ഒരു കട്ട്ലറ്റും ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസും കൂടി കോട്ട് ചെയ്യുന്നാൽ കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക.